Hello guys, Withdrawal പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ക്രിപ്റ്റോ കറൻസി പ്രോഫിറ്റ് നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 15 ദിവസത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, 30 ദിവസത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ടൈം ലിമിറ്റിൽ വെച്ച് നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബിനാൻസ് സ്റ്റാക്കിംഗ് ആണ് ഗൈസ്. ബിനാൻസ് സ്റ്റാക്കിങ്ങിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ബിനാൻസ് സ്റ്റാക്കിംഗ് കുറേ പേർക്ക് അറിയാം, പക്ഷേ മിക്ക ആൾക്കാർക്കും ഈ ഒരു സ്റ്റാക്കിംഗ് എന്താണെന്ന് അറിയുമായിരിക്കും, പക്ഷേ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബിനാൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് ബിനാൻസിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാക്ക് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാക്കിംഗ് ഉണ്ട്. നമുക്ക് സേവിങ്സും ഉണ്ട്. ഓക്കെ, സേവിങ്സിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടോപ്പിൽ തന്നെ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സേവിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കുകാർ നമുക്ക് കുറച്ച് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് തരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇതിലും. നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി നമ്മൾ എടുത്തിടുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരും. പക്ഷേ സേവിങ്സിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമേ പ്രോഫിറ്റ് ആയിട്ട് അവർ തരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാക്കിംഗ് എന്നുള്ള പറഞ്ഞിട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മോറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഫിനാൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ സ്റ്റാക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് വരുത്തരും. നല്ല രീതിക്ക് പ്രോഫിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആനുവൽ ഇൻട്രസ്റ്റ് 3.47, പിന്നെ 14.79, പിന്നെ 9.47. ഇതിങ്ങനെ ഓരോരോ ടൈമിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് 50% ഒരു ഇൻട്രസ്റ്റ് തരുന്ന സമയം ഉണ്ടാവും. അങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏത് കോയിനാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ടാകും. ജസ്റ്റ് നമ്മൾ സെർച്ച് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട്. അപ്പോൾ ഏത് കോയിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് TRX ഉണ്ടോ നോക്കാൻ പോവാണ്. ജസ്റ്റ് TRX ക്ലിക്ക് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ കാണാം ആനുവൽ ഇൻട്രസ്റ്റ് 4.31 ഉണ്ട്. 30 ഡേയ്സിനുണ്ട്, 60 ഡേയ്സിനുണ്ട്, 90 ഡേയ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 1095 TRX കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഈ ഒരു പ്രൊസീജിയറും മെത്തേഡും എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ സ്റ്റാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ പോയിട്ടാണ് നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ തന്നെ ഈ ഒരു ഓവർവ്യൂ, സ്പോട്ട് മാർജിൻ, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഏൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഏണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇവിടെ മാറ്റിക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ മാറ്റിക്ക് കാണാൻ പറ്റും. ഞാൻ മാറ്റിക്ക് ഒരു 30 മാറ്റിക്ക് ഞാൻ സ്റ്റാക്കിങ്ങിന് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രോണും ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രോണും മാറ്റിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രോണിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഞാനത് വിഡ്രോ ചെയ്തതാണ്. പിന്നെ മാറ്റിക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് 0.2 മാറ്റിക്ക് ഇപ്പോൾ ഫ്രീ ആയി കിട്ടി. ഓക്കെ, ഞാൻ 30 ഇട്ടപ്പം ഇപ്പോൾ ഒരു 4-5 ദിവസമായി. ആ ഒരു മാറ്റിക്ക് ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 0.28 മാറ്റിക്ക് കിട്ടി. 0.28 മാറ്റിക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് റേറ്റ് വെച്ചിട്ട് ഏകദേശം ഒരു 20-30 രൂപ എനിക്കിപ്പോൾ വരുന്നുണ്ട് പ്രോഫിറ്റായിട്ട്. ഇപ്പോൾ സ്റ്റാക്കിംഗ് ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ കുറേ പേര് വെറുതെ നമ്മുടെ കുറേ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ വെറുതെ കുറേ ടോക്കൺസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഇട്ട് വെച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു മാസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലോ ആ ഒരു ടോക്കണിൽ ഒരു വേരിയേഷൻ വരാൻ പോകുന്നില്ല. ആ ഒരു റേറ്റ് വേരിയേഷൻ അല്ല പറഞ്ഞ്, ആ ഒരു ടോക്കണിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരു വേരിയേഷനും വരാൻ പോകുന്നില്ല. അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്റ്റാക്കിംഗ് എന്നുള്ള പറഞ്ഞിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 30 കോയിൻ ഇട്ടു. ഞാനിവിടെ 30 മാറ്റിക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ, എൻ്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. ഞാനിപ്പോൾ 15 ദിവസത്തെ ഒരു പീരീഡിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് എസ്റ്റിമേറ്റഡ് ആനുവൽ ഈൽഡ് 43% കിട്ടുമായിരുന്നു. നല്ല ഇങ്ങനെ പെർസെൻറ്റേജ് വരുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരാറുണ്ട്. അപ്പോൾ ഈ ഒരു നല്ലൊരു എസ്റ്റിമേറ്റഡ് ആനുവൽ ഈൽഡ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ടോക്കണിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എൻ്റെ 7 ദിവസം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി ഒരു 8 ദിവസം കൂടി ഉണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എൻഡ് ഡേറ്റ് ഓക്കെ 30/6/2021 എൻ്റെ ഈ ഒരു മാറ്റിക്കിൻ്റെ സ്റ്റാക്കിംഗ് തീരും. സ്റ്റാക്കിംഗ് തീരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സേവിങ്സിലോട്ട് വന്നോളും. ഓക്കെ, നമ്മുടെ സ്പോട്ട് വാലറ്റിലോട്ട് വന്നോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഡീം ഏർലിയർ റെഡീം ഏർലിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങളുടെ മാറ്റിക്കിൻ്റെ പെട്ടെന്ന് ഒരു റേറ്റ് ഇൻക്രീസ് ആയി ആ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഡീം ഏർലിയർ കൊടുക്കാം. റെഡീം ഏർലിയർ കൊടുത്ത് അപ്പം തന്നെ നിങ്ങളുടെ സ്പോട്ടിലോട്ട് വരില്ല. ഒരു 24 hours തൊട്ട് 32 hours വരെയാണ് ഈ ഒരു ടൈം പറഞ്ഞിരിക്കുന്നത്. ഒരു വേരിയേഷൻ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങളുടെ സ്പോട്ട് വാലറ്റിലോട്ട് അത് എത്തും. നമ്മുടെ ഈ ഒരു ഏണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാക്കിങ് കാര്യങ്ങളും ഡീറ്റെയിൽസും ഫുള്ളും കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒന്നും കൂടെ നമ്മുടെ ഹോമിലോട്ട് വരികയാണ്. നമ്മളിപ്പോൾ നമ്മുടെ TRX സ്റ്റാക്ക് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വെറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റാക്കിങ് ചെയ്യാൻ 15 ദിവസത്തിൻ്റെ ഉണ്ട്, 30 ദിവസത്തിൻ്റെ ഉണ്ട്, 60 ദിവസത്തിൻ്റെ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു ഡേയ്സ് കൂടുന്തോറും നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റും ഇൻക്രീസ് ആയിക്കൊണ്ടേ വരും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ TRX ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് TRX എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. TRX 30 ദിവസത്തിനുണ്ട്, 60 ദിവസത്തിനുണ്ട്, 90 ദിവസത്തിനുണ്ട്. മൂന്നും ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സോൾഡ് ഔട്ട് എന്ന് ഈ ഒരു ടോപ്പിൽ വരും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ സോൾഡ് ഔട്ട് കൊണ്ട് എഴുതി കാണിക്കും. അങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഇടാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സ്റ്റാക്ക് കൊടുക്കാൻ പോകും. മിനിമം പറഞ്ഞിരിക്കുന്നത് 100 TRX ഉണ്ടെങ്കിലാണ്. ഇതും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മിനിമം ഡെപ്പോസിറ്റും വേരി ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം അനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ 30 ദിവസത്തിലൊരു 1000 TRX ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ ഇൻട്രസ്റ്റ് വിത്ത് ഇൻട്രസ്റ്റ് അവർ 30 ദിവസത്തിൽ 3.5 TRX നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ 60 ദിവസത്തേക്കാണ് ഇടുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 60 ദിവസത്തേക്കാണ് ഇടുന്നത് വെച്ചാൽ നമുക്ക് 8 TRX കിട്ടും. ഓക്കെ, 60 ദിവസത്തേക്കാണെങ്കിൽ 60 ദിവസം കഴിയണ സമയത്ത് നമുക്ക് 1008 TRX ആകും. ഇപ്പോൾ നമ്മൾ 90 ദിവസത്തേക്കാണ് 1000 TRX ഇടുന്നത് വെച്ചാൽ ഓക്കെ, നമുക്ക് 20 TRX എക്സ്ട്രാ കിട്ടും. 1020 TRX ആവും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു 90 ദിവസത്തേക്ക് ഞാനിപ്പോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ 90 ദിവസം കഴിയണ സമയത്ത് 20 TRX കൂടെ എക്സ്ട്രാ കിട്ടി. അങ്ങനെ 1020 TRX ആവും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ സ്പോട്ട് വാലറ്റിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ I agree കൊടുക്കുക, കൺഫേം പർച്ചേസ് കൊടുക്കാൻ പോകുന്നു. ജസ്റ്റ് കൺഫേം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ലോക്ക് ആയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ലോക്ക് റിഡംഷൻ ഡേറ്റും കാണിച്ചിട്ടുണ്ട്. നമുക്ക് 23/9/2021 ഇത് റെഡീം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഗോ ടു വാലറ്റിലോട്ട് പോകാം. ഓക്കെ, ഗോ ടു വാലറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. എൻ്റെ മാറ്റിക്കും വന്നു, ഇപ്പോൾ TRXും വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ TRXൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. എസ്റ്റിമേറ്റഡ് ആനുവൽ ഈൽഡ് 8.17 ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാക്കിംഗ് തുടങ്ങിയ ദിവസവും ആ ഒരു സ്റ്റാക്കിംഗ് കഴിയുന്ന ദിവസവും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 20 TRX എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ഏർലിയർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ റെഡീം ഏർലിയർ കൊടുത്താൽ ഇപ്പോൾ തന്നെ നമ്മൾ വരില്ല പറഞ്ഞു. ഒരു 32 hours നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ ഇവിടെ നമ്മുടെ സ്പോട്ട് അക്കൗണ്ടിലോട്ട് എത്തും. ഓക്കെ അല്ലേ ഗൈസ്, അപ്പോൾ വളരെ നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾ മാക്സിമം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വെറുതെ ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്പോട്ട് വാലറ്റിൽ വെറുതെ ഇട്ട് കിടക്കുന്ന ഒരു ടോക്കൺ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹോമിലോട്ട് പോവുക. ഈ ഒരു മോറിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റാക്കിങ്ങിൽ പോയിട്ട് ഉണ്ടോ നോക്കുക, ആ ഒരു ടോക്കൺ ഉണ്ടോ നോക്കുക. അപ്പോൾ ചില കോയിൻസ് സ്റ്റാക്കിങ്ങിന് അവൈലബിൾ ആയിരിക്കില്ല, ഒരു ടൈമിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് BNB ഒക്കെ ആണെങ്കിൽ BNB ഉണ്ട്. ഓക്കെ, ഇപ്പോൾ BNB നമുക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി, സോൾഡ് ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. 90 ഡേയ്സിൻ്റെ ഇവിടെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ 60 ഡേയ്സും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 30 ഡേയ്സും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചില ടോക്കൺസ് ഉണ്ടാകാറില്ല. ഇപ്പോൾ നമുക്ക് BTC ആണെങ്കിൽ ബിറ്റ്കോയിൻ ആണെങ്കിൽ ഓക്കെ, ബിറ്റ്കോയിൻ കാണുന്നില്ല. എത്തീരിയം ചിലപ്പോൾ ഉണ്ടാവില്ല, എത്തീരിയം ഇല്ല, ബിറ്റ്കോയിനിൽ എത്തീരിയം ഇല്ല, ചില കോയിൻസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, വേറെ കുറേ കോയിൻസ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടോക്കൺ ഇതേപോലെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാക്കിംഗ് മാക്സിമം യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ സ്റ്റാക്കിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയുന്ന ഡൗട്ടാണെങ്കിൽ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.